റാറ്റിൻ്റെ ഗേൾഫ്രണ്ടും ഇങ്ങനെ റൂം തുറന്നു. റാറ്റ് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. റാറ്റ് വെർജിൻ ആയിട്ടുള്ളവരാണ്, നമുക്കറിയാം. റാറ്റ് ആദ്യമായിട്ട് സെക്സ് ചെയ്യാൻ പോകുന്നത്. അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്, അഡ്രിനൽ റഷ് ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ റൂമിൽ കയറി ഫോർ പ്ലേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. കിസ് ചെയ്യുന്നുണ്ട്, മുടി പിടിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നു. പക്ഷെ റാറ്റ് എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ ഡിക്ക് ഹാർഡ് ആവുന്നില്ല. ഇങ്ങനെ ഇങ്ങനെ കഴിവില്ലാത്തതിൻ്റെ കൂട്ട് കിടക്കുന്നു. ഓക്കെ, ആ റാറ്റ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നു. ഓക്കെ, പിന്നെ എങ്ങനെയാണ്ടൊക്കെ ഹാർഡ്. ഇത് കഴിഞ്ഞിട്ട് റിയലി നേരെ അവർ ഇന്റർകോഴ്സിലേക്ക് കയറി. റാറ്റ് ഇങ്ങനെ 1 മിനിറ്റ് ആവുന്നതിന് മുമ്പ് റാറ്റിന് പെട്ടെന്ന് ക്ലൈമാക്സ് വന്നു. അവനെല്ലാം ഓക്കെ, അവൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയി. റാറ്റ് നേരെ എണ്ണിച്ച് പോയി ബാത്റൂമിൽ പോയി അതെല്ലാം ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഡോർ തുറന്നു. റൈറ്റ്, ഇമാജിൻ ചെയ്ത് നോക്കൂ ബ്രോ. ഡോർ ഇങ്ങനെ തുറന്നപ്പം അവനെ നോക്കി അവൻ്റെ ഗേൾ ഫ്രണ്ട് ഇങ്ങനെ ബെഡിൽ കിടക്കുന്നു. ആ പെയിൻ, ആ ഗിൽട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയപ്പോൾ. പ്രീമെച്യൂർ ഇജാക്കുലേഷൻ. മോസ്റ്റ് ഓഫ് ദ റിലേഷൻഷിപ്പിലും ഈ ചീറ്റിംഗ് നടക്കുന്നത് ഇതുകൊണ്ടാണ്. ഇത് നിങ്ങളോട് ആരും പറഞ്ഞു തരത്തില്ല. ഒരു കാരണം ഇതാണ്. ബിക്കോസ് നിങ്ങൾ അവിടെ ഭാഗത്തുനിന്ന് തിങ്ക് ചെയ്ത് നോക്ക്. നോ സാറ്റിസ്ഫാക്ഷൻ, നോ എനർജി, നോ ഫീലിംഗ്, നോ റൊമാൻസ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇവിടുന്ന് ഒരിക്കലും നിങ്ങളുടെ യൂട്യൂബറിന്റെ കൂട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഓ ബ്രോ, നിങ്ങൾ നോഫാബ് എടുത്താൽ അല്ലെങ്കിൽ സീമൻ റിട്ടൻഷൻ എടുത്താൽ നിങ്ങൾക്ക് ഗാന്ധിജി ആവാൻ പറ്റും, നിങ്ങൾക്ക് അതാവാൻ പറ്റും, നിങ്ങൾക്ക് ടെററിസ്റ്റ് ആവാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരു പൊട്ടത്തരവും ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ റിയലി മനസ്സിലാക്കേണ്ട ഒരു ഡേഞ്ചറാണ്, ഈ അപകടമാണ്. ഈ ഹൈപ്പർ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള, നമ്മളെ പിടിച്ചിരുത്തുന്ന ഹൈപ്പർ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ പോൺ ഇൻഡസ്ട്രി നിങ്ങൾക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ് ഈ പ്രീമച്വർ ഇജാക്കുലേഷൻ. ഇത്രമാത്രം പെട്ടെന്ന് സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് ക്ലൈമാക്സ് പോകുന്നു, നിങ്ങളുടെ കാര്യമെല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ട് പോകുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ബ്രോ റിയലി പോൺ അഡിക്ഷൻ്റെ ഡേഞ്ചർ. ഇത് മനസ്സിലാക്കണം. നമ്പർ 1 ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്താണ്, റിയലി ഇതിനകത്തുള്ള റിയൽ ആയിട്ടുള്ള അപകടം എന്താണ്. നമ്മളോട് എല്ലാവരും പറഞ്ഞു തന്നേക്കുന്നത്, നിങ്ങളിപ്പം വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓ എനിക്ക് നോഫാബ് എടുത്താൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇപ്പം മാറും, എനിക്ക് നോഫാബ് എടുത്താൽ എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റും, എനിക്ക് നോഫാബ് എടുത്താൽ എനിക്ക് പെൺകുട്ടികളോട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ ഒരു പെർസെൻറ്റേജ് വരെ മാത്രം, ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള പെർസെൻറ്റേജ് വരെ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കത് റിയലി അറിയാം. അതിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇപ്പം നിങ്ങളുടെ മൈൻഡിലേക്ക്, ഇപ്പം നിങ്ങൾ ഈ നോഫാബ്, ഈ സീമൻ റിട്ടൻഷൻ ഇത് വരുമ്പം, ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. നിങ്ങളുടെ മാരേജ് ലൈഫിൽ, നിങ്ങളുടെ സെക്സ് ലൈഫിൽ ഒരു പ്രോബ്ലം ആകാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ ഡാർക്ക് ആയിട്ടുള്ള, നിങ്ങളോട് ആരും പറഞ്ഞു തരാത്ത റിയാലിറ്റി. ഇത് മനസ്സിലാക്കണം. ഇതാണ് ബ്രോ അപകടാവസ്ഥ. നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ഇരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ ഈ നോഫാബ് എടുക്കാൻ ശ്രമിക്കുന്നു, നമ്മൾ മാസ്റ്റർബേഷൻ നിർത്താൻ ശ്രമിക്കുന്നു, നമ്മൾ പോൺ കാണുന്നത് നിർത്തുന്നു. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പം നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു എനർജി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു എനർജി ഉണ്ട്. നിങ്ങളുടെ ഫാമിലിയിലുള്ള അങ്കിളിൻ്റെ കൂട്ട്, എപ്പോഴും നെഗറ്റീവ് മാത്രം സംസാരിക്കുന്ന ഫ്രണ്ട്സിൻ്റെ കൂട്ട്, നിങ്ങളെ എപ്പോഴും ഇൻസൾട്ട് ചെയ്യുന്ന ആ ടീച്ചറിൻ്റെ കൂട്ട്, ഇവരുടെ കൂട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ്, ഇവരുടെ കൂട്ടുള്ള ഒരു കൂട്ടത്തിലാണ് നമ്മൾ നടക്കുന്നെങ്കിൽ, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നെങ്കിൽ, നമ്മൾ അവരുടെ കൂട്ടത്തിലാണ് നമ്മൾ എൻഗേജ്ഡ് ആവുന്നെങ്കിൽ, നമുക്കും അതേ നെഗറ്റീവ് സൈക്കിൾ, അതേ നെഗറ്റീവ് എനർജി ആയിരിക്കും നമുക്കുള്ളത്. സോ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോ കണ്ടിട്ട് സ്വയമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, സ്വയമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പം എന്തു പറ്റുമെന്ന് വെച്ചാൽ നമുക്കൊരു ഷിഫ്റ്റ് വേണം, നമുക്കൊരു എനർജി ഷിഫ്റ്റ് വേണം. ആ എനർജി ഷിഫ്റ്റ് നടക്കുന്നത് എങ്ങനെയാണ്? ആ എനർജി ഷിഫ്റ്റ് നടക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള നോഫാബ് ചെയ്യണം. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു, ഒരിക്കലും ഇത് കേട്ടിട്ട് ഒരു പൊട്ടൻ്റെ തൊട്ട്, ഓ ഞാൻ നോഫാബ് എടുക്കണം, ഞാൻ 100 ദിവസം നോഫാബ് എടുക്കണം, 50 ദിവസം ഞാൻ നോഫാബ് എടുക്കണം, ഓ 30 ദിവസം എനിക്ക് നോഫാബ് എടുക്കാൻ പറ്റുള്ളൂ, എൻ്റെ ലൈഫെല്ലാം പോയി. ചിലപ്പോൾ അങ്ങനെ പറ്റും. ചിലപ്പോൾ നിങ്ങൾ 11 ദിവസം നോഫാബ് എടുക്കുമായിരിക്കും, കറക്റ്റായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രിഗറിങ് ഒന്നും ഇല്ലാതെ നിങ്ങൾ നോഫാബ് എടുക്കുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് സാപ്പ് ചെയ്ത് പോകും. എന്ന് വെച്ചിട്ട് നിങ്ങളെ തന്നെ അങ്ങ് കുത്തിക്കൊല്ലുന്ന രീതി, നിങ്ങളെ തന്നെ അങ്ങ് നെഗറ്റീവ് പറഞ്ഞ രീതി, നിങ്ങളെ തന്നെ അങ്ങ് പറഞ്ഞ് നശിപ്പിക്കുന്ന രീതി മണ്ടത്തരം ചെയ്യരുത്. ഇവിടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫോക്കസ് ചെയ്യും. എന്താണ് നമ്മളിവിടെ എയിം ചെയ്യുന്നത്? നമ്മൾ ഒരിക്കലും 1000 നോഫാബ് ഡേയ്സ് എടുത്തു, അതല്ല നമ്മൾ എയിം ചെയ്യുന്നത്. നമ്മൾ എയിം ചെയ്യുന്നത് എന്താണ്? ഇതെനിക്കൊരു അഡിക്ഷനായി ഉണ്ടാവാൻ പാടില്ല, ഇതെനിക്കൊരു ഹാബിറ്റായി മാറാൻ പാടില്ല, ഞാൻ ഉറങ്ങണമെങ്കിൽ ഇത് വേണം എന്നൊരു ഡാർക്ക് ആയിട്ടുള്ള, ഡീപ്പ് ആയിട്ടുള്ള പ്രോബ്ലമായി മാറാൻ പാടില്ല. എനിക്ക് പെട്ടെന്ന് 1 മിനിറ്റിൻ്റെ അകത്ത് തന്നെ എനിക്ക് ക്ലൈമാക്സ് വരുന്നു. മനസ്സിലായില്ലേ? സോ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതാണ് ഡേഞ്ചർ. മനസ്സിലാക്കുക. ഇതാണ് ഡേഞ്ചർ. ഇതാണ് ബ്രോ കോർ ആയിട്ടുള്ള ഡേഞ്ചർ. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നമ്മൾ നോഫാബ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത്, എന്തൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നമ്മുടെ സ്പിരിച്വൽ എനർജിയും അതുപോലെ തന്നെ നമ്മളുടെ ഓവറോൾ എനർജിയും മാറുന്നത്, എങ്ങനെയാണ് നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബെനിഫിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി ചെയ്യുന്നു,
ഞാനിത് സ്വയമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. ഒരു 3 വീക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ലേസി ആയിട്ട് ഒരു കാര്യം ചെയ്യാതെ എനിക്കൊരു കറക്റ്റ് ഡിസിഷൻ ഇല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലൊക്കെ പോയി മാറി നിന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഫാപ്പൊക്കെ ചെയ്യുമായിരുന്നു. ഓക്കെ, വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഫാപ്പൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് വീക്ക് ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഓക്കെ ഞാൻ ജിമ്മിൽ ഇപ്പോൾ കറക്റ്റായിട്ട് പോവുകയാണ്, ഒരു കാര്യം ചെയ്യാം, 1 വീക്കിലേക്ക് നോ ഫാബ് എടുക്കാം, 1 വീക്കിലേക്ക് സീമൻ റിട്ടൻഷൻ ചെയ്യാം. എനിക്കെന്ന് പറഞ്ഞാൽ നല്ല എബിലിറ്റി ഉണ്ട്. എൻ്റെ സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഇത് എൻ്റെ അരഗൻസ് കൊണ്ടൊന്നും പറയാല്ല. ഞാൻ ഇന്ന് വിചാരിക്കുകയാണ്, ഇതാണ് ബ്രോ അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റിൽ കിട്ടുന്ന ഒരു കാര്യം. ഞാൻ ഇന്ന് വിചാരിക്കുകയാണ്, ഞാൻ നാളെ മുതൽ ഒരു വീക്കിലേക്ക് അല്ലെങ്കിൽ 11 ദിവസത്തേക്ക് ഞാൻ ഫാപ്പ് ചെയ്യത്തില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് ഹാവ് നോ പ്രോബ്ലം. എനിക്കൊരു ട്രിഗറും വരാൻ പോകുന്നില്ല, എനിക്കൊരു ടെംപ്റ്റേഷനും വരാൻ പോകുന്നില്ല, എനിക്കൊരു റഷും വരാൻ പോകുന്നില്ല. നോ പ്രോബ്ലം. എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, നോ പ്രോബ്ലം, അത് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ എയിം ചെയ്യുന്നത് അവിടേക്ക് എത്തുക, ഈ ഒരു റാറ്റ് മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ ഒരു ഈഗിൾ മൈൻഡ് സെറ്റിലേക്ക് എത്തുക. എന്താണ് നമ്മുടെ 1 വീക്കിൽ ഞാൻ സീമൻ റിട്ടൻഷൻ എടുത്തിട്ട് ഞാൻ ജിമ്മിൽ പോയി. റിയലി ബ്രോ ഐ എം ടെല്ലിങ്, നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക്, ഒരു 1 വീക്കിലേക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ജിമ്മിൽ പോവുക, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. റിയലി അത് സൈക്കോളജി പരമായിട്ട് സയന്റിഫിക്കലി അത് പ്രൂവ് ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ബ്രോ സയൻസ് ആണ് നിങ്ങളോട് പറയുന്നത്, സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത് നോക്കി, എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സയന്റിഫിക്കലി ബാക്ക്ഡ് അല്ല. മനസ്സിലാക്കുക, നമ്മളത് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു സാധനം സയന്റിഫിക്കലി ഉള്ളതാണ്. നിങ്ങളൊന്ന് നോഫാബ് എടുക്കുമ്പോൾ സീമൻ റിട്ടൻഷൻ ചെയ്യുമ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്കൊരു ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ഉണ്ടാകും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് നല്ലോണം ലിഫ്റ്റ് ചെയ്യാൻ തോന്നിയത്. കാരണം ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് പോകുന്നവർക്കറിയാം ഒരു പ്രത്യേക ഒരു എനർജി നമുക്ക് കിട്ടും. നമ്മളൊരു കട്ടയായിട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, വെയിറ്റ് ഒക്കെ ഇടുകയാണെങ്കിൽ, നമ്മളൊരു പാട്ടൊക്കെ നല്ലോണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പമ്പ് കിട്ടും, റൈറ്റ്? അതെനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടി ഞാൻ സീമൻ റിട്ടൻഷൻ ചെയ്തപ്പോൾ. സോ ഐ വിൽ ചലഞ്ച് യു, നിങ്ങളും ഇത് 1 വീക്ക് നിങ്ങൾ ചെയ്തു വെക്കുക. നിങ്ങൾക്കൊരു എനർജി ഷിഫ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ ലൈഫിൽ ഒന്നും നടക്കുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല, നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും പിന്നെയും ദൈവം ഇങ്ങനെ പ്രോബ്ലം തന്നുകൊണ്ടേ ഇരിക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ബ്രോ, യു നീഡ് ടു ഡു സീമൻ റിട്ടൻഷൻ. നോ ഫാബ് എത്ര ദിവസം ചെയ്യുന്നത് അല്ല ബ്രോ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കില്ല, അതൊരു കള്ളത്തരം മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ എനർജി ഷിഫ്റ്റിന് വേണ്ടിയാണ്. നമ്മൾ നിൽക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന്, റാറ്റ് എനർജിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പവർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇമാജിൻ ചെയ്ത് നോക്കിയ ബ്രോ, 1 വീക്ക് നിങ്ങൾക്ക് സീമൻ റിട്ടൻഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ റീല് കണ്ടു വല്ലവന്മാരെയും കുട്ടി നിക്കലിട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ ഡാൻസ് കണ്ടിട്ട് ട്രിഗർ ആയിട്ട് പോയി ഫാപ്പ് ചെയ്യാൻ നിങ്ങൾ പോകുന്നില്ല. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് കയറുന്നില്ല. നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മുടെ മൈൻഡ് നിൽക്കുന്നു. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണത്. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ, ആൻഡ് യു ക്യാൻ ഡു ഇറ്റ്. ഐ എം ടെല്ലിങ് യു, യു ക്യാൻ ഡു ഇറ്റ്. ഇതിൻ്റെ റിയൽ ഡേഞ്ചർ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത്? ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ബ്രോ പറഞ്ഞൊക്കെ മനസ്സിലായി, ഇതിൻ്റെ അപകടാവസ്ഥ മനസ്സിലായി, ഇതിൽ കൂടെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ എന്താണ് എനിക്ക് പറ്റുന്നത്? എന്തുകൊണ്ടാണ് ഇത് പ്രോബ്ലം ആവുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ എത്ര വട്ടം ട്രൈ ചെയ്തിട്ടും എനിക്കിത് ചെയ്യാൻ പറ്റാത്തത്? ബ്രോ മനസ്സിലാക്കുക, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഡീപ്പായിട്ട് മനസ്സിലാക്കുക, നമുക്കിത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഒരു ചെയ്ത് ഇത്രയും നാൾ ചെയ്തു വന്ന് ഇതിനെ ഒരു ഹാബിറ്റായിട്ട് നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കോംബോ ഇത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കുക. അതിനെന്താണ് സൊല്യൂഷൻ എന്ന് കട്ട് ഓഫ് സൊല്യൂഷനും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം എനിക്ക് ആ പ്രോബ്ലം റിയലി ഉണ്ടായിരുന്നു. നിങ്ങൾ നൈറ്റിൽ കിടക്കാൻ നേരത്ത് നിങ്ങൾ ഇരുട്ടത്തായി നിങ്ങൾ ഫോൺ ഇങ്ങനെ എടുക്കുന്നു, സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷെ കുറേ നിങ്ങൾ സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്നു, എത്ര നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. നിങ്ങൾക്ക് നല്ലോണം ഉറങ്ങണമെന്നുണ്ട്, നിങ്ങളിപ്പോൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് നാളെ എണീച്ചിട്ട് പഠിക്കണമെന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ബോഡിക്ക് സ്ലീപ്പ് വേണം, എല്ലാം നിങ്ങൾക്കറിയാം. പക്ഷേ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ നേരെ ജസ്റ്റ് ക്രോമിൽ കയറിയിട്ട് ഇഗ്നൈറ്റ് മോഡ് ആക്കിയിട്ട് ആ വീഡിയോ കാണും. ആ വീഡിയോ കണ്ട് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫാപ്പ് ചെയ്യും. അപ്പം തന്നെ പെട്ടെന്ന് നമ്മൾ ഫോണെല്ലാം മാറ്റിയിട്ട് കിടന്നുറങ്ങും. ഇത് റിപ്പീറ്റ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ റിയലി ചെയ്യാൻ പറ്റും. അയാളുടെ മൈൻഡ് റിയലി ഈ കാര്യമായിട്ട് ട്രിഗറായി റിപ്പീറ്റ്ലി നടക്കുന്നു. അതൊരു ഹാബിറ്റായിട്ട് മാറി. ബ്രോ, ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. ഈ പൊസിഷനിലാണെങ്കിൽ, കാരണം നിങ്ങൾക്കൊന്ന് ഉറങ്ങാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഫാപ്പ് ചെയ്യണം. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ, എത്രമാത്രം ഡാർക്കാണ്. നിങ്ങൾക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഇൻസൾട്ട്, ആ ഗിൽട്ട് നിങ്ങളൊന്ന് ഫീലായേ. നിങ്ങൾക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഫാപ്പ് ചെയ്യണം.
പുവർ മാൻ സ്ലീപ്പിംഗ് പിൽ ഈസ് ഫാപ്പിംഗ്. ഇതാണ് ബ്രോ ഡേഞ്ചർ. ഇത് നിങ്ങൾക്ക് ഓവർകം ചെയ്യണമെങ്കിൽ ആക്ഷനബിൾ സ്റ്റെപ്പ്. നമ്മളിവിടെ ഒരു ഗെയിമും കളിക്കുന്നില്ല, ആക്ഷനബിൾ സ്റ്റെപ്പാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ നല്ലവണ്ണം ഹാർഡായിട്ട് ഇൻറ്റൻസിറ്റി ആയിട്ട് വർക്കൗട്ട് ചെയ്യണം, നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ 1 വീക്ക് അല്ലെങ്കിൽ 11 ഡേയ്സ് നിങ്ങൾ നോ ഫാബ് എടുത്തിരിക്കണം. അത് നിങ്ങൾക്ക് അൾട്ടർനേറ്റീവ് മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രേറ്റ് ഓൺ 1 വീക്ക് എടുക്കാം. പക്ഷേ നിങ്ങൾ അങ്ങനെ സ്ട്രേറ്റ് ഓൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവും. മനസ്സിലായല്ലോ? ഒരു മാസത്തിൽ നിങ്ങൾ 11 ഡേയ്സിൽ ഫാപ്പ് ചെയ്യരുത്. ബാക്കിയുള്ള ദിവസം നിങ്ങൾ ഫാപ്പ് ചെയ്തു, ബട്ട് ഒരു മാസത്തിൽ 11 ഡേയ്സ് നിങ്ങൾ ഫാപ്പ് ചെയ്യരുത്. ഐ ചാലഞ്ച് യു. ക്യാൻ യു ഡു ഇറ്റ്? 11 ഡേയ്സ്, 11 ഡേയ്സ്, ജസ്റ്റ് 11 ഡേയ്സ്. എസ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരിക്കലും ഈ ഹാബിറ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റാൻ പെട്ടെന്ന് പറ്റത്തില്ല. നിങ്ങൾ ഫെയിൽ ആവും, നിങ്ങൾ പ്രോബ്ലത്തിൽ വരും, നിങ്ങൾ പിന്നെയും ഫാപ്പ് ചെയ്യും. ഇത് നോർമലാണ് ബ്രോ, നോർമലാണ്. അപ്പൊ നിങ്ങൾ നെഗറ്റീവ് അടിക്കല്ലോ, ഞാൻ സെൽഫ് ഇംപ്രൂവ് ചെയ്യേണ്ട, ഇവൻ പറഞ്ഞൊക്കെ തെറ്റ. നോ 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 നോ, അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. യു ക്യാൻ ഡു ഇറ്റ്. ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ ആൻഡ് ബിലീവ് ഇൻ മീ. ഐ എം ടെല്ലിങ് യു, ബിലീവ് ഇൻ മീ. നിങ്ങൾക്കൊരു ഫണ്ണി ആയിട്ടുള്ള കാര്യം അറിയോ? നമ്മൾ നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ടിക്ടോക്ക് ഉള്ള സമയത്തൊക്കെ നമ്മളിങ്ങനെ ഓരോ ഫുക്രുവിൻ്റെ അവന്മാരുടെയൊക്കെ ഓർമ്മയുണ്ടല്ലേ അതൊക്കെ, ആ കാലങ്ങളൊക്കെ. സോ അങ്ങനെയുള്ള റീൽസ് ഒക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതം റിയലി ഫക്കിങ് ചേഞ്ച് ആയി. ഇപ്പം നിങ്ങൾക്ക് പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കുട്ടി നിക്കറൊക്കെ ഇട്ട് ഡാൻസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റീച്ച് കിട്ടും, ഭയങ്കരമായിട്ട് വീഡിയോ വൈറലാവും, ഭയങ്കരമായിട്ട് ലൈക്ക് എല്ലാവരും കിട്ടും. എങ്ങനെ കിട്ടും? റാഡ് മൈൻഡഡ് ആയിട്ടുള്ള, അഗ്ലി ആയിട്ടുള്ള, അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത, സെൽഫ് ലവ് ഇല്ലാത്ത കുറെ പൊട്ടന്മാർ നിൻ്റെയൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കിട്ടുന്നത്, റൈറ്റ്? നിങ്ങളെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഫാനൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഈ കുട്ടി നിക്കറൊക്കെ ഡാൻസ് ചെയ്യുന്നത്, റൈറ്റ്? അതുകൊണ്ടാണ് കിട്ടുന്നത്, റൈറ്റ്? അത് അങ്ങനെ കിട്ടുന്നു, അതിനകത്ത് എനിക്കൊരു പ്രശ്നമില്ല. ബട്ട് ഇതാണ് റിയാലിറ്റി. ഞാൻ ഒരു പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നടക്കുമോ നടക്കാതിരിക്കുമോ, ഐ ഡോണ്ട് റിയലി കെയർ. ബട്ട് ഇതിന്റെ ഡാർക്ക്നെസ്, ഇതിന്റെ പ്രോബ്ലം അവിടെ അല്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറുന്നു, ഈവൻ നിങ്ങൾ ഇതൊന്നും ചെയ്യാത്ത ഒരാളാണ്, നിങ്ങൾ നോഫാബിലാണ്, നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടി 1 മണിക്കൂർ ഇൻസ്റ്റാഗ്രാം കയറുന്നു, റൈറ്റ്? കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലുള്ള പോസിറ്റീവ് വീഡിയോസ് ചെയ്യുന്ന റീൽസ് കിട്ടുന്നു, നിങ്ങൾ കാണുന്നു, നിങ്ങൾ കണ്ടിട്ട് ട്രിഗർ ആവുന്നു, നിങ്ങൾ ഫാപ്പ് ചെയ്യുന്നു. അത് കണ്ടിന്യൂസ്ലി റിപ്പീറ്റ്ലി നടക്കുന്നു. സോ ആരാണ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത്? ആരാണ് നിങ്ങളുടെ മൈൻഡിനെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്? ഇൻസ്റ്റഗ്രാമിൻ്റെ റീലാണോ അതോ നിങ്ങളുടെ മൈൻഡാണോ? തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെന്റിലാണ്, നിങ്ങൾ നോ ഫാബിലാണ്, നിങ്ങൾ സീമൻ റിട്ടൻഷനിലാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ റിപ്പീറ്റ്ലി ഫീൽ ആവുന്നു? നിങ്ങൾ എന്തുകൊണ്ട് റിപ്പീറ്റ്ലി ഫെയിൽ ആവുന്നു? ഇതാണ് ബ്രോ റീസൺ. സോ നിങ്ങൾ ഈ പരിപാടിയിലാണെങ്കിൽ നമ്മൾ ഹാർഡായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഉള്ള മൈൻഡ് സെറ്റ് ഉള്ള, അതിന് നട്ടലുള്ളവന്മാർ മാത്രം ചെയ്താൽ മതി. അല്ലാത്ത 1 മണിക്കൂർ ഞാൻ ഇൻസ്റ്റ, 1 മണിക്കൂർ ഗെയിം കളിച്ചോട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ. നോ, നോബഡി ഫക്കിംഗ് കെയർ അബൌട്ട് യു. നോബഡി ഫക്കിംഗ് കെയർ അബൌട്ട് യു. സോ ഇതാണ് ബ്രോ റിയാലിറ്റി. ഞാൻ ഇവിടെ നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊന്നുമില്ല ബ്രോ, പ്രോബ്ലം ഒന്നുമില്ല, ലൈഫ് എല്ലാം ഹാപ്പിയാണ് എന്ന് ഞാൻ പറയത്തില്ല ബ്രോ. റിയൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ അങ്ങനെ എന്നാൽ മാത്രമേ നമ്മൾ ഗ്രോ ആകത്തുള്ളൂ. ഇത് നിങ്ങൾക്കും അറിയാം അല്ലേ? സോ സോഷ്യൽ മീഡിയ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി റീൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നത്. സോ അവോയ്ഡ് ഇറ്റ് അറ്റ് എനി കോസ്റ്റ്. അവോയ്ഡ് ഇറ്റ്. നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്, നമ്മൾ ഏത് സമയത്താണ് റിയലി ഫാപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് സമയത്താണ് ഇതുപോലുള്ള ഹൈപ്പർ ഡോപ്പമിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതുപോലുള്ള ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്യുന്നത്? നമ്മൾ ഏറ്റവും നമ്മുടെ വിഷമഘട്ടത്തിൽ, നമ്മൾ ആരോട് സംസാരിക്കാൻ ഇല്ലാത്തപ്പോൾ, നമ്മൾ ഏറ്റവും ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട്, സാഡായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കുറേ നേരം സ്ക്രോൾ ചെയ്ത് നമ്മുടെ എനർജി ഇങ്ങനെ കൊടുത്ത് വിഷമകരമായിട്ടിരിക്കുന്ന സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ഫാപ്പ് ചെയ്യുന്നത്. റിയലി ഇവിടെ എന്താണ് നമ്മുടെ മൈൻഡ് തിങ്ക് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഡീപ്പാണിത്. എന്ന് വെച്ചാൽ നമ്മൾ സാഡായിട്ടിരിക്കുന്നു, നമ്മുടെ ലൈഫ് ഭയങ്കരമായിട്ട് വിഷമകരമാണ്, നമ്മളെ ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ, നമ്മൾ വിഷമകരമായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ. പക്ഷെ ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി, ആ സിറ്റുവേഷനിൽ നമുക്ക് ഡോപ്പമിൻ ഇല്ല, ഹാപ്പിനെസ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം മാത്രമാണ് ബ്രോ ഫാപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ഇതാണ് ഡീപ്പ്. നിങ്ങളൊന്ന് ഇരുന്ന് സൂം ഔട്ട് ചെയ്തിട്ടൊന്ന് തിങ്ക് ചെയ്ത് നോക്കൂ, എന്താണ് ഇത് നടക്കുന്നത്? നിങ്ങൾ ആ സിറ്റുവേഷനിൽ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഫാപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഫാപ്പ് കിട്ടി, ഭയങ്കര ഹാപ്പിനെസ്, ഡോപ്പമിൻ ഉണ്ടായി, ഓക്കെ, നാച്ചുറൽ ആയിട്ടുള്ള ഉണ്ടാവുന്ന കാര്യമാണ്. അത് ഉണ്ടായി, കഴിഞ്ഞു. നിങ്ങൾക്ക് പിന്നെ റിഗ്രറ്റ് അടിക്കുന്നു. പിന്നെയും നിങ്ങൾ അതേ ഇൻസ്റ്റഗ്രാമിൽ തന്നെ, അതേ ഷോർട്സിൽ തന്നെ കയറിപ്പോയി റിപ്പീറ്റ്ലി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്?
ഇതല്ലേ അപകടാവസ്ഥ? ഇതല്ലേ നമ്മൾ ഇങ്ങനെ റാറ്റ് ലൈഫിൽ തന്നെ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്? എത്ര വട്ടം നമ്മളിപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ, നമ്മൾ ഹാർഡ് വർക്കായിട്ട് ഡീപ്പ് സെക്ഷൻ ചെയ്യാൻ, നമ്മളുടെ മെന്റൽ ഹെൽത്ത് കൺട്രോൾ ചെയ്യാൻ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ എല്ലാം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ റിപ്പീറ്റ്ലി നമ്മൾ ഫെയിൽ ആകുന്നു. ആ ഫെയിൽ ആവുന്നത് പോട്ടെ, എല്ലാവരും ഫെയിൽ ആവും, ഞാനും ഫെയിൽ ആവും, നിങ്ങളും ഫെയിൽ ആവും, എല്ലാവരും ഫെയിൽ ആവും. പക്ഷേ നമ്മൾ ആ ഫെയിൽ ആയി കിടന്നിട്ട് അവിടെ തന്നെ കണ്ടിന്യൂസ്ലി പിന്നെയും പിന്നെയും ആ റാറ്റ് ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ, തിങ്ക് അബൌട്ട് ഇറ്റ്. അടുത്ത ഞാൻ നിങ്ങളോട് പറയുന്നത് ആക്ഷനബിൾ സ്റ്റെപ്പാണ്. ഈ ആക്ഷനബിൾ സ്റ്റെപ്പ് നിങ്ങൾ റിയലി ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇച്ചിരി ട്രിക്കിയാണ്, പക്ഷേ യു ക്യാൻ ഡു ഇറ്റ് ബിക്കോസ് വി ആർ ദ സെറ്റ് ഗ്രൂപ്പ്. നമുക്ക് എങ്ങനെയാണ് മാസ്റ്റർബേഷൻ ചെയ്യാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഫാപ്പ് ചെയ്യാൻ തോന്നുന്നത്, ഈ സൈറ്റിൽ കയറി പോൺ വീഡിയോസ് കാണാൻ തോന്നുന്നത്? നമ്മുടെ ഓൺ ഹാൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഇങ്ങനെ ഫുഡ് എടുക്കാൻ വേണ്ടി പോയത്. അപ്പം ഞാൻ ജസ്റ്റ് നോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു തൊപ്പി വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് എടുത്താൽ വന്നു. അവൻ സുഖിയും കണ്ടുകൂടി ഡെഡായിട്ട് വരും. അവൻ്റെ കണ്ണിൽ തന്നെ ഉണ്ട് ഭയങ്കരമായിട്ട് സാഡായിട്ട്, ഫുഡ് പോലും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ട് വല്ലാതിരിക്കും, വിയർഡായിട്ടിരിക്കും, മനസ്സിലായില്ലേ? സോ അവനിപ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റ് നടന്നു വന്ന് ഞാൻ അങ്ങോട്ട് നടന്നു പോയി. അങ്ങോട്ട് നടന്നു ജസ്റ്റ് ഞാൻ ഇങ്ങനെ അവനെ നോക്കിയപ്പോൾ ജസ്റ്റ് നോർമൽ ഒരു സ്ട്രേഞ്ചറിനെ എങ്ങനെയാണ് നോക്കുന്ന രീതി അവൻ നോക്കി. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്തപ്പം ജസ്റ്റ് അവൻ തിരിച്ച് സ്മൈൽ ചെയ്ത് ജസ്റ്റ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്തു. അവൻ എന്തെങ്ങാണ്ട് കോഴ്സ് എങ്ങാണ്ട് പഠിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുക, ജസ്റ്റ് നോർമൽ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ. പക്ഷേ ഞാനത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് നടന്നപ്പം ഓക്കെ, ഞാനാണ് അവിടെ ഇനിഷ്യേറ്റീവ് എടുത്തത്, റൈറ്റ്, ഒന്ന് സ്മൈൽ ചെയ്യാൻ വേണ്ടി. ആ സ്മൈൽ അവിടെ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയത്, മനസ്സിലായില്ലേ? സോ ജസ്റ്റ് സ്ട്രേഞ്ചർ ആയിട്ടുള്ളതായും പോലും നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ എത്ര ഇനി ഇൻട്രോവേർട്ട് ആണ്, നിങ്ങൾക്ക് എത്ര സോഷ്യൽ സ്കിൽസ് ഇല്ലെങ്കിലും, നിങ്ങൾക്ക് എത്ര ഓവർ തിങ്കിങ് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ഐ കോണ്ടാക്ട് പറ്റത്തില്ലെങ്കിലും, ബ്രോ ഇതെനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മളത് ചെയ്യുമ്പം നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും ബ്രോ. അതാണ് റിയൽ ഡോപ്പമിൻ, മനസ്സിലായില്ലേ? നമ്മൾ ഫോണിൽ കണ്ടിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതല്ല റിയൽ ഡോപ്പമിൻ. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീൽ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല റിയൽ ഡോപ്പമിൻ. ഇനി ന്യൂസ് പൊട്ടന്മാർ, ഒട്ടും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത, ലോജിക്കും ഇല്ലാത്ത പൊട്ടന്മാർ, ന്യൂസ് ആങ്കേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേട്ട് വെള്ളം ഒന്നും അറിയാതെ, അത് ശരിയാണോ തെറ്റാണോ, എന്താണ് ലോകത്ത് നടക്കുന്നത്, എന്താണ് ഇന്ത്യ നടക്കുന്നത്, എന്താണ് ജിയോ പൊളിറ്റിക്സ് ഒന്നും അറിയാതെ അത് തൊട്ടിങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ല ഒരു ഈഗിൾ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ, മനസ്സിലായില്ലേ? സോ യു നീഡ് ടു ഇംപ്രൂവ് യുവർ സെൽഫ് വിത്ത് ഇസഡ് ഗ്രൂപ്പ്. ഞാനിപ്പോൾ പറയുന്ന ഒരു ആക്ഷനബിൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുള്ളി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ട്രിഗർ വന്നു, ഞാൻ നേരത്തെ പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ട്രിഗർ വന്നു, നമ്മൾ എന്ത് ചെയ്യണം? ആ ട്രിഗറിൽ നമ്മളൊരു 3 മിനിറ്റ് ഇരിക്കണം, മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ട്, എന്തെങ്കിലും ഒരു റീൽ കണ്ടു, വള്ളന്മാരെയും കുട്ടി നിക്കറിയിട്ട് ഡാൻസ് കളിക്കുന്ന റീൽ കണ്ടു, ഓക്കെ, റീൽ കണ്ടു, നിങ്ങൾക്ക് ട്രിഗർ വന്നു, ഓക്കെ, ഫാപ്പ് ചെയ്യാൻ പോവാം. പക്ഷെ അപ്പം തന്നെ ഓടി നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന നോർമലി എന്ന് വെച്ചാൽ പോയി ഫാപ്പ് ചെയ്യാൻ തുടങ്ങാം, അല്ലെങ്കിൽ ഇത് കിടക്കുന്നതിന് മുമ്പ് ഫാപ്പ് ചെയ്യാം, ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. പക്ഷേ ആ ട്രിഗർ വന്നു. അപ്പം ഇപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഏതിനകത്താണ്? നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെന്റിനകത്താണ്. നിങ്ങൾ 1 വീക്കിലേക്ക് അല്ലെങ്കിൽ 11 ഡേയ്സിലേക്ക് നിങ്ങൾ ഒരു ചലഞ്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അൾട്ടർനേറ്റീവ് ഡേയ്സിലേക്ക് ചലഞ്ച് ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് ഫാപ്പ് ചെയ്യാൻ പറ്റത്തില്ല, നാളെ നിങ്ങൾക്ക് ഫാപ്പ് ചെയ്യാൻ പറ്റില്ല, ഒരു ദിവസത്തേക്ക് ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി, അതാണ് അൾട്ടർനേറ്റീവ് ഡേയ്സ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആ 3 മിനിറ്റ് നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ആ 3 മിനിറ്റ് നമ്മൾ നമ്മുടെ മൈൻഡുമായിട്ട് ആ ടോക്കിംഗ് വരണം. എന്ന് വെച്ചാൽ അവിടെ റാറ്റ് മൈൻഡ് സെറ്റുള്ള ഒരു ബ്രെയിൻ ആണ് നമ്മളോട് പറയുന്നത്, ഇപ്പൊ ഫാപ്പ് ചെയ്യാൻ നല്ല രസമായി, നല്ല ഹാപ്പി ആയിട്ട് പോയി ഫാപ്പി വീഡിയോ കാണുക, ഭയങ്കര രസമാണ് എന്ന് പറയുന്നത്. പക്ഷെ ഈഗിൾ മൈൻഡ് സെറ്റുള്ള ആൾ അങ്ങനെ പറയത്തില്ല, മനസ്സിലായില്ലേ? സോ ഈ ഒരു 2 ഇൻട്രാക്ഷൻ നിങ്ങൾ ഇരിക്കണം. നിങ്ങൾ ആ പെയിനിൽ, ആ സാഡ്നെസ്സിൽ, ആ ട്രിഗറിൽ, ആ ഇമോഷനിൽ നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റണം. ഓക്കെ, ഞാനിത് ഫാപ്പ് ചെയ്യുന്നില്ല, ലോജിക്കലായിട്ട് നിങ്ങൾ ആ സമയത്ത് തിങ്ക് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വേറെ ലെവലിലായിരിക്കും നിങ്ങളെ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് ആ ട്രിഗർ വരുമ്പോൾ നിങ്ങൾ ആ 3 മിനിറ്റ്, ഒരു ജസ്റ്റ് 3 മിനിറ്റ് എടുക്കുക, നിങ്ങളുടെ ഓൺ ട്രിഗറിനെ തന്നെ നോക്കി നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നീ എന്തിനാണ് ഇപ്പോൾ ചെയ്യുന്നത്? ഏത് മൈൻഡ് സെറ്റാണ്? റാറ്റ് മൈൻഡ് സെറ്റാണ്. ഒരിക്കലും വിക്ടിം മൈൻഡ് സെറ്റാണ് റാറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവന്മാർക്കുള്ളത്, മനസ്സിലായില്ലേ? നമ്മൾ ഈഗിൾ മൈൻഡ് സെറ്റാണ്. ഈഗിൾ മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ ഞാൻ ചെയ്തില്ല, ഞാനിപ്പോൾ ഒരു കാര്യത്തിലാണ്, ഞാൻ സെൽഫ് ഇംപ്രൂവ്മെന്റിലാണ്, ഞാനിപ്പോൾ ഡോപ്പമിൻ ഡീറ്റോക്സിലാണ്, ഞാൻ ഇപ്പോൾ 1 വീക്ക് ചലഞ്ചിലാണ്, മനസ്സിലായില്ലേ? ദെൻ യു ക്യാൻ ഇംപ്രൂവ്. ഈ ഒരു ഹാർഡ് ആയിട്ടുള്ള പെയിൻ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ആകാൻ പോകുന്നില്ല. ദാറ്റ്സ് എ റിയാലിറ്റി. നമ്മൾ ആക്ഷൻ എടുക്കണം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആക്ഷൻ എടുത്തേ പറ്റും. നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കണം, അതിൻ്റെ കൂടെ ആക്ഷൻ എടുത്തിരിക്കണം. കാരണം എന്താണ്? നമ്മൾ ഒരുമിച്ചാണ് ഇംപ്രൂവ് ചെയ്യുന്നത്. ആൻഡ് യു വിൽ നെവർ വാക്ക് alone because we are the Z group. This is not then, this is the beginning. Love you brother. Ma.